Operation Vision മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ വികസിച്ച വഴികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന 1947-48 ഇന്ത്യ പാക് യുദ്ധം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 ഒക്ടോബറിൽ ഗോൾഡൻ സായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെഗുലേറ്റർമാരും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ സൈനിക പകരമുണ്ടായി. പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന രഹസ്യനാമകരണം ചെയ്ത ഈ കടന്നുകയറ്റം 1947 ഒക്ടോബർ 27 ശ്രീനഗറിലേക്ക് സൈനിക വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയാണ്. 1949 ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കുന്നത് വരെ ഈ ഒരു ജമ്മു കാശ്മീരിന്റെ ഏകദേശം 3/2 ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിലും ബാക്കിയുള്ള ഭാഗം ഇതും POK പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലും. രണ്ടാമത്തേത് 1965 ഇന്ത്യ പാക് യുദ്ധം. അതിൽ ആദ്യത്തേത് ഓപ്പറേഷൻ വെടിലാണ്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്കുള്ള നാമമായിരുന്നു ഓപ്പറേഷൻ വെടി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കാര്യമായ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല എങ്കിലും ഈ ഒരു ഓപ്പറേഷൻ നാവികസേനയുടെ തന്ത്രപരമായ പുനർവിചിന്തനത്തിന് കാരണമാവുകയും തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ശക്തമായ നാവിക തന്ത്രം രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അടുത്തത് ഓപ്പറേഷൻ ഗ്രീൻ. 1965 ഓഗസ്റ്റിൽ പൂർണ്ണമായ യുദ്ധത്തിന് തൊട്ടു മുൻപായി പാകിസ്ഥാൻ പീരങ്കിക്കലാക്രമണത്തിന് മറുപടിയായി കാർഗിൽ മേഖലയിൽ ഇന്ത്യൻ സേന നടത്തിയ പരിമിതമായ ആക്രമണമായിരുന്നു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഫോർവേഡ് പോസ്റ്റുകൾ വിജയകരമായി കീഴടക്കുകയും ലഡാക്കിന്റെ ചില ഭാഗങ്ങളിൽ തന്ത്രപരമായ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് പിന്നീട് നടന്ന വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായിട്ടാണ്. ഇന്ത്യയിൽ പോലെ തന്നെ 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനിലുണ്ടായത് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ. കാശ്മീരിൽ കലാപം ഇറക്കിവിടാൻ തദ്ദേശീയരായ ദേഷ്യമായ പാകിസ്ഥാൻ സൈനികർ നടത്തിയ നുഴഞ്ഞുകയറ്റമായിരുന്നു ഓപ്പറേഷൻ ജിബ്രാൾട്ടർ. അടുത്തത് ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം. ജമ്മുവിനെ മുറിച്ചു മാറ്റാൻ അഗ്നൂർ മേഖല പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു. ഈ യുദ്ധം ഒരു സമനിലയിൽ കലാശിക്കുകയും ഇരുവശത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ 1966 താഷ്കന്റ് ഉടമ്പടി ഒപ്പുവെച്ചതോടെ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. മൂന്നാമത്തേത് 1971 ഇന്ത്യ പാക് യുദ്ധം. 1971 ഓപ്പറേഷൻ കാസ്റ്റൽ യുദ്ധം ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ കരസേന പടിഞ്ഞാറൻ അതിർത്തിയിൽ നടത്തിയ സൈനിക നീക്കമായിരുന്നു. നാവികസേനയുടെ പ്രധാന ലഹരിമലയിൽ മലയാള സിനിമ പുനഃക്കിടക്കുന്നത് ഇനിയും വരാനുള്ളത് പ്രമുഖരുടെയൊക്കെ പേരുകളാണോ? എന്താണ് സിനിമാ സംഘടനകൾ കൃത്യമായി ചെയ്യുന്നത്, ഇടപെടുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടിയാണ് പ്രമുഖ സംഘാടക സർക്കാർ പ്രസിഡന്റുമായ വലിയ പ്രമാദമായിട്ടുള്ള പേരുകൾ തന്നെ പുറത്തു വന്നതിനുള്ള അവസ്ഥയിലേക്ക് കടക്കുക, ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരിക. അപ്പോഴും ഒരു വിഭാഗം പറയുന്നത് എല്ലാ കാലത്തും മലയാള സിനിമ ഈ ലഹരിയിൽ മറ്റേതെങ്കിലും ലഹരിയിലൊക്കെ ആയിരുന്നു, ഇതിന് അസ്വാഭാവികമായിട്ട് കാണുന്ന എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ. ഏറ്റവും സിനിമയുടെ ഭാഗമായിട്ടുള്ള കണ്ടെത്തുന്നത് ആ തരത്തിലാണ് വിഷയങ്ങൾ.
പ്രതീക്ഷ നൽകി വന്ന സംവിധായകർ ഇതൊക്കെ അവരുടെ ഒരു എക്സിസ്റ്റൻസ് തെളിയിച്ച ആൾക്കാരാണ്. അങ്ങനെ പാസ് കൊടുത്തിട്ടുള്ളതാണ്. ഒരു വല്ലാത്ത നിരാശയും ഒരു ആശങ്കയൊക്കെ സിനിമാ മേഖലയ്ക്ക് തന്നെ തോന്നുന്നുണ്ട്. ഈ തരത്തിലാണ് പോകുന്നത്. ക്രിയേറ്റിവിറ്റിയെ ഒന്ന് മോശമായിട്ട് ബാധിച്ചേക്കാം തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാരൊക്കെയും നല്ല കലാകാരന്മാരാണ്, കഴിവുള്ളവരാണ്. നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ പേരുകളൊക്കെ പ്രാമുഖ്യത്തിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ മുമ്പ് ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ക്രിയേറ്റിവിറ്റിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു ധാരണ അതിലൊരു ചെറിയ അളവിലൊക്കെ കഞ്ചാവ് പിടിക്കുന്നതിലേക്ക് ഇത്രയ്ക്കും പറയുന്ന ആവശ്യമില്ല. ഇതൊക്കെ മറ്റു ചില അജണ്ടകളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞതിന് വേറൊരു വഴിക്ക് തിരിച്ചിടാനുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തോന്നുന്നു. ഈ പറയുന്ന ഒരു പ്രകൃതിയുടെ നമ്മുടെ പ്രതിസന്ധിക്ക് തന്നെ വലിയ പുതിയ തലമുറയിൽ ചെറുപ്പക്കാരുടെ കഴിവ് പ്രത്യേകിച്ച് ഈ അക്ഷരാൽക്കായിട്ട് ഇത്തരത്തിൽ ഈ എന്ത് പറയുന്നത് കഞ്ചാവ് പോലുള്ള അപകടകരമായ യുവത്വത്തിൽ അറിയുന്ന നമുക്കറിയാം. അത് സിനിമയിൽ മാത്രമല്ല നമ്മുടെ പൊതു സമൂഹത്തിലുണ്ട്. സിനിമയിൽ പ്രവർത്തിക്കുന്നവർ അത്തരത്തിലുള്ള ഒരു ചെറിയ രീതിയിൽ ഇത്തരം ഈ വാർത്തയാകുന്നത് സ്വാഭാവികമാണ്. കാരണം സിനിമയുടെ സിനിമയിലേക്കുള്ള പൊതുജനത്തിലേക്ക് അറിയായിരുന്നു. സിനിമാ പ്രവർത്തനം ഇപ്പോൾ കഞ്ചാവ് കേസിലോ മറ്റു രാജ്യങ്ങളിലോ സാധാരണ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പ്രതിയായിട്ടായിരുന്നു അയാൾക്ക് പിന്നെ സമുദ്രം പറയാൻ വിലയിരുത്തുന്നു അല്ലെങ്കിൽ അയാൾ ബഹിഷ്കരിക്കുന്നു. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് അത്തരം കേസുകളൊക്കെ അറിയാം. പക്ഷെ സിനിമയിൽ മാത്രം സംഭവിക്കുന്നതല്ല, മലയാള സിനിമയിൽ സംഭവിക്കുന്നതല്ല. ഇത്തരം കേസുകൾ വരുന്നവരിൽ സിനിമാ മേഖലകളിൽ ആരും മാറ്റി നിൽക്കുന്നു. അത് കൂടുതൽ ഫോളോവേഴ്സ് അവരുടെ നേട്ടങ്ങൾ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുന്നു. ഈ ആഘോഷിക്കപ്പെടുമ്പോൾ അത് സൂപ്പർതാരങ്ങളൊക്കെ ഇവരെ പൊട്ടിഘോഷിക്കുകയും അവരുടെ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതായത് മേഖലകളൊക്കെ പഠിക്കുന്ന മേഖലകളെ പരിപോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെയെല്ലാം കൊടുക്കുന്നത് സിനിമയ്ക്ക് മാത്രമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യമെന്ന് ഞാൻ എത്ര ഭാഗത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പഠനത്തെക്കുറിച്ചുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവർ ആ വീഴ്ചകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് അത് കുടുംബത്തിന് ഉപയോഗിച്ച് അവരെ കഷ്ടപ്പെടുകയും ആ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ നിലപാടുകൾ രീതിയിൽ ഫെസ്റ്റിയുടെ നിലപാട് മനസ്സിലായി. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്നീഷ്യനാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ ഫെസ്റ്റ് എടുക്കുന്ന നിലപാട് അത് അംഗീകരിക്കും. പക്ഷെ ആദ്യ നിലപാട് താമസിക്കുന്നത് എടുക്കുന്നത് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു റെക്ടിഫിക്കേഷൻ ഉള്ള ഒരു ചാൻസ് കൊടുക്കുകയോ അത് നിർദ്ദേശിക്കുകയോ ചെയ്യുന്നത് അതെ. അതിന്റെ പറയുന്നത് വലിയ അവസ്ഥ നല്ലതായി ഇവരെ അസുഖങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അതൊരു മൂന്ന് ഈ ലഹരി വേട്ട പല